അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആദർശ ലക്ഷ്യങ്ങൾ അതിൻ്റെ സമ്പൂർണ്ണ വിശുദ്ധിയുമായി ഉയർത്തിപ്പിടിക്കാനും പ്രബോധനം ചെയ്യാനും സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടതും ആ മഹത്തായ ദൗത്യം തുടരുന്നതും സമൂഹത്തിൽ സമ്പത്തും സൗകര്യവും വർദ്ധിച്ചപ്പോൾ ധാർമ്മികമായി അധപ്പതിക്കുന്ന സാഹചര്യം വീണ്ടും സംജാതമായിരിക്കുന്ന ഈ ഘട്ടത്തിൽ സമസ്തയുടെ സന്ദേശം കൂടുതൽ പ്രസക്തമാവുകയാണ്. നിങ്ങളിൽ ദാരിദ്ര്യം വന്നു പെടുന്നതിനെയല്ല, സമ്പത്ത് കൂടുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മുന്നറിയിപ്പ് യാഥാർത്ഥ്യമാകുകയാണ്. ഭൗതികമായ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി ലഭിച്ച സമുദായമാണ് ഇന്ന് നാം. ദാരിദ്ര്യം കുറഞ്ഞു, എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടിത്തുടങ്ങി, വീടും നല്ല വസ്ത്രങ്ങളും ഉപജീവനമാർഗങ്ങളുമുണ്ട്. അതില്ലാത്തവരെ സഹായിക്കാനുള്ള ശേഷിയും ഉദാര മനസ്സും മറ്റുള്ളവർക്കുമുണ്ട്. പക്ഷേ ആത്മീയമായ ദാരിദ്ര്യം വർദ്ധിക്കുകയാണ്. അതിൻ്റെ കുറവ് നികത്താൻ മനുഷ്യർ സ്വയം സന്നദ്ധമാവുകയേ നിർവാഹമുള്ളൂ. സ്വയം മാറാൻ തയ്യാറാവാത്ത ഒരു ജനതയെയും അള്ളാഹു മാറ്റുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ താക്കീത് ചെയ്യുന്നുണ്ട്. ആധുനിക കാലത്ത് സാർവത്രികമായ കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും സാമൂഹിക മാധ്യമങ്ങളുമെല്ലാം തന്നെ മനുഷ്യൻ്റെ നന്മയ്ക്ക് ഉപകരിക്കാനുള്ളതാണ്, അറിവ് വർദ്ധിപ്പിക്കാനുള്ളതാണ്. പക്ഷേ അതിൻ്റെ ദുരുപയോഗമാണ് എങ്ങും കാണുന്നത്. പലതും അസാൻമാർഗിക പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം പകരുകയാണ്. സംസ്കാരം അധപ്പതിച്ചു കഴിഞ്ഞാൽ ആ സമൂഹത്തിന് പിന്നെ പുരോഗതിയില്ല. ലിംഗസമത്വ വിവാദവും മറ്റും പുതിയ തലമുറയുടെ ഭാവിയെ സംബന്ധിച്ച് ആശങ്ക വളർത്തുകയാണ്. സ്ത്രീ പുരുഷ സമ്പർക്കത്തിന് ഇസ്ലാം നിഷ്കർഷിച്ച മാതൃകയുണ്ട്. അതെവിടെയായാലും പാലിച്ചേ പറ്റൂ. മനുഷ്യ മഹത്വമാണ് ഇസ്ലാം ഉയർത്തിക്കാണിക്കുന്നത്. സ്ത്രീകൾക്ക് ഇസ്ലാം ഉന്നത പദവിയാണ് കൽപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം സുരക്ഷിതത്വവും ഉറപ്പാക്കിയിരിക്കുന്നു. ഇന്നും അക്രമങ്ങൾക്കും കയ്യേറ്റങ്ങൾക്കും വിധേയമാകുന്ന അവസ്ഥയാണ് സ്ത്രീകൾക്കുള്ളത്. അതിൻ്റെ മൂലകാരണങ്ങൾ കണ്ടറിഞ്ഞാണ് 14 നൂറ്റാണ്ട് മുമ്പ് തന്നെ സ്ത്രീ സുരക്ഷ ശിക്ഷയ്ക്കായി ഇസ്ലാം മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ളത്.